നമസ്കാരം. ശ്രുതി അജേഷ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. 4 ചക്രമുള്ള ഒരു വാഹനത്തിന്റെ ഒരു ടയറിൽ കുറച്ച് കാറ്റ് കുറവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? അതിൽ കാറ്റ് നിറയ്ക്കും അല്ലെ? പക്ഷെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മറ്റു ടയറുകളിൽ കാറ്റ് കുറച്ചു കൊടുക്കും അല്ലെ? അല്ലാണ്ട് ഇവിടെ ഏതായാലും കേറണില്ല എന്ന് കരുതി മറ്റതിലൊക്കെ കയറ്റി കൊടുക്കുവോ? ഇല്ലല്ലോ. അപ്പൊ പലപ്പോഴും നമ്മള് ഒരു ആദ്യത്തെ സൊല്യൂഷൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു രണ്ടാമത്തെ സൊല്യൂഷൻ ഉണ്ടായിരിക്കും, ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ? നമ്മൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നേരിടുന്നത് ഇങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും നമ്മൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അല്ലെ? ഇപ്പോ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരമ്മ വളരെ ദുഃഖത്തോടുകൂടി കുറെ കാര്യങ്ങൾ അവരുടെ മകളെ കുറിച്ച് പറയണ്ടായി. അവള് പഠിത്തത്തില് വലിയ മിടിക്കൊന്നും അല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പാസ്സായി പോവാറുണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത് എക്സാമിനൊക്കെ റിസൾട്ട് വളരെയധികം കുറവാണ്. 4 സബ്ജക്റ്റിന് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താന്ന് അവളോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നുമില്ല. അവൾക്ക് പഠിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കണം ഞങ്ങൾക്ക് അറിയില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവര് പറഞ്ഞു, അടുത്ത വർഷം ഇനി 10ാം ക്ലാസ്സിലേക്കല്ലേ, അതുകൊണ്ട് ഈ വർഷം തന്നെ അവള് ഇത്രയും കാലം പൊക്കോണ്ടിരുന്ന ഡാൻസ് ക്ലാസ് ഒക്കെ ഞങ്ങളൊക്കെ കട്ട് ചെയ്തു, കുറച്ച് കൂടുതൽ സമയം ഇരുന്ന് പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? മാതാപിതാക്കള് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം അവിടെ പറ്റിയോ? അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ നടന്നത് അല്ലെ? പലപ്പോഴും നമ്മുടെ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ, നമ്മുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു എനർജി ലെവലൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മറ്റു പല മേഖലകളും നമ്മുടെ മറ്റു പല കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ പഠിത്തത്തിൽ സമയം മാറ്റിവെക്കേണ്ട എന്നൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. പക്ഷേ പഠിക്കുക എന്നത് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലെ? ചിലർക്ക് നടന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കിടന്ന് പഠിക്കണം, ചിലർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പഠിക്കണം, ചിലർക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നിന്നാൽ മതിയായിരിക്കും, അപ്പൊ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും അല്ലെ? ചിലർക്ക് കമ്പൈൻ സ്റ്റഡി ആയിരിക്കും താല്പര്യം. അപ്പോൾ ഏതാണ് തൻ്റെ കുട്ടിക്ക് കൂടുതലായിട്ട് എഫക്റ്റ് ആവുന്നത് എന്ന് അവർക്ക് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇന്നും താല്പര്യം എന്താണ്? തൻ്റെ കുട്ടി ഒത്തിരി സമയം ഇരുന്ന് ബുക്കും തുറന്നു വെച്ചിരുന്ന് ഒത്തിരി ഉറക്കെ വായിച്ച് പഠിക്കുമ്പോൾ അവർക്കൊരു സംതൃപ്തിയാണ് അല്ലെ? ആ ഒരു സംതൃപ്തി തെറ്റാണ്, എല്ലാവരുടെ കാര്യത്തിലും ശരിയല്ല എന്ന് തിരിച്ചറിയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്നത് ഒരിക്കലും മറ്റൊരു പ്രോബ്ലത്തിന്റെ സ്റ്റാർട്ടിങ് ആവാതെ ശ്രദ്ധിക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.